ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ ആണ്. ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം ഫ്ലൂയിഡൈസേഷൻ ആണ്. ഫ്ലൂയിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് മീൻസ് കുറേ പാർട്ടിക്കിൾസ് കിടക്കുന്ന ഒരു ബെഡ്, ഒരു സ്ഥലം. ആ സ്ഥലത്തോട്ട് നമ്മൾ ഹൈ വെലോസിറ്റിയിൽ എയർ സപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ എയർ കൊടുക്കുമ്പം ഈ പാർട്ടിക്കിൾ ഈ ഒരു എയറിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കും. ആ ഒരു സ്റ്റേറ്റിനെ ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയും. ആ ഒരു പ്രോസസ്സിനെ ഫ്ലൂയിഡൈസേഷൻ എന്ന് പറയും. അതാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിൻ്റെ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഇതിൻ്റെ ഇമേജും കൺസ്ട്രക്ഷനും നോക്കാം. ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഡ്രയറിലും ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഒരു ചേംബറുണ്ട്, ഹീറ്റിംഗ് ചേംബർ. അതിൻ്റെ അകത്താണ് ഇതിൻ്റെ കൺസ്ട്രക്റ്റഡ് പാർട്സ് എല്ലാം വരുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ ഡ്രൈയിങ് ചേംബർ മെയ്ഡപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ പ്ലാസ്റ്റിക്. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ചേംബർ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രയറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു ബൗളാണ്. ബൗൾ മീൻസ് ഇറ്റ് ഈസ് ഡിറ്റാച്ചബിൾ. ഡിറ്റാച്ചബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബൗളിനെ എടുത്ത് മാറ്റാനും തിരിച്ച് ഫിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ളൊരു ബൗളാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അതാണ് ആ ഫിഗറിൽ അവസാനമായിട്ട് കാണിച്ചിട്ടുള്ളത്, ബൗളെന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ഡിറ്റാച്ചബിൾ ബൗളിൻ്റെ അകത്താണ് നമുക്ക് ഡ്രൈ ചെയ്യേണ്ട വെറ്റ് മെറ്റീരിയൽ നമ്മൾ ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ ബൗളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൗളിൻ്റെ അടിഭാഗത്ത് ബോട്ടം പാർട്ടിൽ പെർഫറേഷൻസ് ഉണ്ട്, കുറേ ഹോൾസ് ഉണ്ട് ബോട്ടം പാർട്ടിൽ. അതുപോലെ ഈ ഒരു ബൗളിനെ നമ്മൾ എടുത്തു മാറ്റും, അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുമല്ലോ. അത് ഫിറ്റ് ചെയ്യുന്നത് മെഷ് ഉപയോഗിച്ചിട്ടാണ്. മെഷ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഈ ഒരു ബൗളിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു സംഭവം, അതാണ് മെഷ് എന്ന് പറയുന്നത്. അത് ആ മെറ്റീരിയലിനെ ആ ഒരു ബൗളിൻ്റെ അകത്ത് നല്ല സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കും. അതാണ് മെഷ്. നെക്സ്റ്റ് ഒരു ഇൻലെറ്റ് ഉണ്ട്. ഇൻലെറ്റ് മീൻസ് നമ്മൾ ഫ്ലൂയിഡൈസേഷൻ ആണല്ലോ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം? എയർ നമ്മൾ പാസ് ചെയ്യണം. അപ്പം ഫ്രഷ് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഇൻലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ എയറിന് ഫിൽട്ടർ ചെയ്ത് പോകാൻ, ഈ എയറിൻ്റെ അകത്ത് പല കണ്ടാമിനൻസും കാണുമല്ലോ, അപ്പം അതിന് ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടി പ്രീ ഫിൽറ്റർ ഉണ്ട്. പിന്നെ ഇതിന് ഹീറ്റും ചെയ്യാൻ വേണ്ടി ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹോട്ട് എയറിന് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫ്ലൂയിഡൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഡ്രൈ ചെയ്ത മെറ്റീരിയലിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്ററുണ്ട്. അതാണ് ബാക്ക് ഫിൽറ്റർ. ബാക്ക് ഫിൽറ്ററിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് ഫിൽറ്ററുണ്ട്. അപ്പോൾ ഇത്രയും പാർട്സാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻ പാർട്ടിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഒരു ചേംബറുണ്ട്. ചേംബറിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള പാർട്ടെന്ന് പറയുന്നത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളാണ്. ആ ബൗളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെർഫറേഷൻസ് ഉണ്ട്. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ മെഷ് ഉണ്ട്. പിന്നെ ഉള്ളത് എയർ ഇൻലെറ്റ് ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്. എയർ പാസ് ചെയ്ത് പോകുന്ന പാത്വേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രീ ഫിൽറ്റർ, അത് കഴിഞ്ഞ് ഹീറ്റർ. ഈ ഹീറ്റർ ഹീറ്റൻ ചെയ്ത എയർ, ഹോട്ട് എയറിനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫാൻ. പിന്നെ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യുന്നത് ബാക്ക് ഫിൽറ്ററിൽ നിന്ന്. ഇത്രയാണ് കൺസ്ട്രക്ഷൻ. അടുത്ത ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് നോക്കാം. അതായത് ആദ്യം നമ്മൾ ഈ ഒരു ബെഡ് ഡ്രയറിൻ്റെ അകത്ത് നിന്ന് ആ ബൗളിനെ ഡിറ്റാച്ച് ചെയ്യണം. ഡിറ്റാച്ച് ചെയ്തെടുത്ത ബൗളിൻ്റെ അകത്ത് നമ്മുടെ വെറ്റ് മെറ്റീരിയലിനെ ലോഡ് ചെയ്ത് ഈ ഒരു ചേമ്പറിൻ്റെ അകത്ത് മെഷിൽ സപ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഫ്രഷ് ആയിട്ട് എയർ ഇൻലെറ്റ് വഴി പാസ് ചെയ്യും. ആ ഇൻലെറ്റ് വഴി പാസ് ചെയ്യുന്ന എയർ പ്രീ ഫിൽറ്റർ വഴി പാസ് ചെയ്ത് പോയി പിന്നെ ഹീറ്ററിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഇത് ഹീറ്റാവും. അങ്ങനെ ഹീറ്റഡ് ആയിട്ടുള്ള എയർ അവർ ആരോ കൊടുത്തേക്കുന്നുണ്ടോ, അപ്പോൾ ആ ഒരു ബൗളിൻ്റെ അടുത്തോട്ട് അത് മൂവ് ചെയ്യും. താഴോട്ട് മൂവ് ചെയ്തിട്ട് ആ ബൗളിൻ്റെ ബോട്ടം പാർട്ടിൽ, അതായത് ആ പെർഫറേഷൻ്റെ പാർട്ടിൽ അത് എത്തും. ആ പെർഫറേഷനിൽ എത്തുമ്പോഴത്തേക്കും ഈ ബൗളിൻ്റെ അകത്തുള്ള മെറ്റീരിയലും ഹീറ്റഡ് ആവും. ഈ ഹീറ്റഡ് ആയിട്ട് പാസ് ചെയ്യുന്ന
ഹോട്ട് എയറിനെ സർക്കുലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഫാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എയർ വെലോസിറ്റി ഇൻക്രീസ് ആവും. അതായത് ഇത് പോകുന്ന വെലോസിറ്റി കൂടുതലാണ്. നമ്മൾ നേരത്തെ ഫ്ലൂയിഡൈസേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഹൈ വെലോസിറ്റിയിലാണ് എയർ പാസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ബൗളിൻ്റെ അടുത്ത് എത്തുമ്പം ഇതിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോഴത്തേക്കും ഈ ഒരു എയറിൽ മെറ്റീരിയൽ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ സസ്പെൻഡഡ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എയർ വെലോസിറ്റി സെറ്റിലിംഗ് വെലോസിറ്റിയെക്കാളും ഇൻക്രീസ് ആവുന്നത് കൊണ്ടാണ്. എയർ വെലോസിറ്റി മീൻസ് അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി. സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയുമ്പം അതൊരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന വെലോസിറ്റിയാണ്. ഇവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കത്തില്ല, കാരണം അത് സസ്പെൻഡ് ചെയ്യാണ്. ഹൈ വെലോസിറ്റിയിലാണ് എയർ വരുന്നത്. സോ എയർ വെലോസിറ്റി സെറ്റിലിംഗ് വെലോസിറ്റിയെക്കാളും കൂടും. അങ്ങനെ കൂടുമ്പം പാർട്ടിക്കിൾസ് ഒരിക്കലും സെറ്റിൽ ചെയ്യത്തില്ല, അത് സസ്പെൻഡ് ചെയ്ത് തന്നെ നിൽക്കും. ആ ഒരു പ്രോസസ്സാണല്ലോ ഫ്ലൂയിഡൈസേഷൻ. ആ സ്റ്റേറ്റിനെ ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് എന്നും പറയും. ഇനി ഈ ഒരു പ്രോസസ്സ് എല്ലാം നടക്കുന്നത്, അതായത് കംപ്ലീറ്റ് ഈ ഒരു ഡ്രൈയിങ് പ്രോസസ്സ് ഈ ഒരു എക്യുപ്മെൻറ്റ് വഴി നടക്കുന്നത് 40 മിനിറ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഡ്രൈ ആവാൻ തുടങ്ങി. അതായത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിന്നു, അവിടെ നിന്ന് ഡ്രൈ ആയിട്ടുള്ള പൗഡർ പാർട്ടിക്കിൾ, അതായത് വെറ്റായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എടുത്ത് വെച്ചു, അതിൽ നിന്നുള്ള മോയ്സ്ചർ എല്ലാം പോയി കഴിഞ്ഞിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ബാക്ക് ഫിൽറ്ററിൻ്റെ അകത്ത് എൻട്രാപ്പായിട്ടിരിക്കും. ബാക്ക് ഫിൽറ്റർ നമ്മൾ ബൗളിൻ്റെ മുകളിലായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാക്ക് ഫിൽറ്ററിൽ ഈ ഒരു എയറിൻ്റെ പ്രസൻസ് കൊണ്ട് ആ ഫൈനായിട്ടുള്ള പൗഡേഴ്സ്, വെറ്റായിട്ടുള്ളതിന് വെയിറ്റ് കാണുമല്ലോ, ഡ്രൈ ആയി കഴിയുമ്പം ആ പാർട്ടിക്കിൾസിന് വെയിറ്റ് കുറവായിരിക്കും. അത് പെട്ടെന്ന് തന്നെ പറന്ന് നിന്ന് ബാക്ക് ഫിൽറ്ററിൻ്റെ അകത്ത് ഇരിക്കും. ഈ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ബാക്ക് ഫിൽറ്ററിനെ നമുക്ക് ഷേക്ക് ചെയ്ത് എന്തെടുക്കാൻ പറ്റും, പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഡ്രൈയിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ പിന്നെ ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് പോകും. ഈ ഒരു പ്രോസസ്സാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിൽ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് നടക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ഇത് ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം 40 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡ്രൈയിങ് പ്രോസസ്സ് നടത്താൻ പറ്റും. പക്ഷേ ഫ്രീസ് ഡ്രയർ അങ്ങനെയുള്ള ഡ്രയറിലൊക്കെ ആണെങ്കിൽ അവേഴ്സ് വേണം. ഇവിടെ 40 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ കംപ്ലീറ്റ് പ്രോസസ്സും കഴിയും. അതുപോലെ ഡിഫറെൻറ്റ് സൈസിൽ ഈ ഒരു എക്യുപ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു ബൗളൊക്കെ ഡിഫറെൻറ്റ് സൈസിൽ കിട്ടും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാനും കുറച്ച് മതിയെങ്കിൽ ഡിക്രീസ് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ ഡ്രൈയിങ് കണ്ടെയ്നേഴ്സ് മൊബൈലാണ്, നമുക്ക് ഡിറ്റാച്ചബിൾ ആണല്ലോ, എടുത്ത് മാറ്റാനും തിരിച്ച് ഫിറ്റ് ചെയ്യാനും പറ്റും. സിമ്പിൾ ഹാൻഡ്ലിംഗ് ആണ്. അതുപോലെ തന്നെ ലേബർ കോസ്റ്റൊക്കെ കുറവാണ്. പിന്നെ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 to 6 times ദാൻ ട്രേ ഡ്രയർ നല്ലതാണ്. കാരണം ട്രേ ഡ്രയറിൽ എന്നൊക്കെ പറയുമ്പം ഹോട്ടായിട്ടുള്ള ആ ഒരു എയർ ഡയറക്റ്റ് പോയി അവിടെ ടച്ച് ചെയ്യാണ് ചെയ്യുന്ന മെറ്റീരിയൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ആ ഒരു ബൗളിലാണ് ഇത് വന്ന് അടിക്കുന്നത്. അപ്പം അത്രത്തോളം ഹീറ്റ് ആ ഒരു മെറ്റീരിയലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ യൂസ്ഡ് ഫോർ മിക്സിംഗ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ഇറ്റ്സ് മിക്സിംഗ് എഫിഷ്യൻസി ഈസ് ഹൈ. ഈ ഒരു എക്യുപ്മെൻറ്റ് മിക്സിംഗ് പ്രോസസ്സിനും കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹോട്ട് സ്പോട്ട്സ് ആർ നോട്ട് ഒബ്സർവ്ഡ് ഇൻ ദ ഡ്രയർ. ഈ ഒരു ഡ്രയറിൽ നമുക്ക് എങ്ങും ഹോട്ട് ആയിട്ട് സർഫസ് ഇല്ല. ഈ ഒരു എയർ മാത്രമാണ് ഹീറ്റഡ് ആയിട്ട് പോകുന്നത്. അതും ഹീറ്റഡ് ആയിട്ട് പോയിട്ട് ബൗളിൽ വന്ന് തട്ടി ബൗൾ മാത്രമേ ഹീറ്റഡ് ആവുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഡ്രയറിൻ്റെ അകത്ത് ട്രേ ഡ്രയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഹയർ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. തെർമോലബൈലായിട്ടുള്ള സബ്സ്റ്റൻസിന് ഈ ഒരു ഡ്രയർ എന്ന് പറയുന്നത് ഓക്കെയാണ്, പ്രശ്നമൊന്നും വരത്തില്ല. അതുപോലെ ഹൈ ഇൻപുട്ട് ഫ്രം എ സ്മോൾ ഫ്ലോ സ്പേസ്. ഇത്ര ഒരു ബൗളിൽ നിന്ന്, അതായത് ഒരു ബൗൾ നമ്മൾ എമൗണ്ടിൽ സബ്സ്റ്റൻസ് വെക്കുമ്പം ആ ഒരു ബൗളിൽ നിന്ന് അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. These are the advantages of fluidized bed dryer. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ചില ഓർഗാനിക് സബ്സ്റ്റൻസ് നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് എടുക്കുമ്പം അതിൻ്റെ അകത്തൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിന് എർത്തനിങ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള മെറ്റീരിയൽസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ ഫ്ലൂയിഡൈസേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽസ് ഗെറ്റ് സസ്പെൻഡ് ചെയ്യും.
പക്ഷേ സസ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പം ഈ മെറ്റീരിയൽസ് തമ്മിൽ ഒരു അട്രഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽസ് പരസ്പരം അങ്ങനെ ഉരസുമ്പം ഇത് തമ്മിൽ എന്തെങ്കിലും സൈസ് റിഡക്ഷനോ ഒക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിനെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബൈൻഡിങ് ഏജൻസ് നമ്മുടെ മെറ്റീരിയലിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ അഥവാ ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടായാലും നമുക്കത് ബാക്ക് ഫിൽറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാം. എന്നാലും അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ പ്യുവറായിട്ടുള്ള മെറ്റീരിയലിൻ്റെ അകത്തൊരു ബൈൻഡിങ് ഏജൻറ്റ് ആഡ് ചെയ്തൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസഡ്വാൻറ്റേജ്. ഇതിൻ്റെ യൂസസ് എന്ന് പറയുമ്പം ഫോർ ഡ്രൈയിങ് ഗ്രാന്യൂൾസ് എന്ന പ്രോഡക്റ്റ്, ടാബ്ലറ്റിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ ഗ്രാന്യൂൾസൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഗ്രാന്യൂൾസിൻ്റെയൊക്കെ ഡ്രൈയിങ് പ്രോസസ്സിൽ ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡ്രൈയിങ് പ്രോസസ്സ് മാത്രമല്ല, മിക്സിങ്, ഗ്രാനുലേഷൻ പോലുള്ള മറ്റ് ഓപ്പറേഷൻസിനും ഈ ഒരു ബെഡ് ഡ്രയർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ടാബ്ലറ്റൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ കോട്ടിംഗ് ഒക്കെ ചെയ്യും, മോഡിഫൈഡ് കോട്ടിംഗ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് എന്നൊക്കെ പറയുന്നത് അത്രയും ഡിഫിക്കൽട്ടൊന്നുമല്ല, നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ എളുപ്പം എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായി കാണുമായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, മനസ്സിലായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.